അവര് കൂട്ടമായി താമസിക്കുന്ന ഏരിയകൾ, അത്തരം സ്ഥലങ്ങളിലൊക്കെ സംഘടിതമായ ലഹരി വിൽപ്പന ഉണ്ട്. അതിപ്പോ അവരെ കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിന്റെ പിന്നിൽ മലയാളികൾ ഉണ്ട് താനും. ഈ ബൾക്ക് മാതിരി ഇപ്പോ 1000 ആളുകൾ താമസിക്കേണ്ട സ്ഥലത്ത് 5000 ആൾക്കാരെ താമസിക്കണം. ഈ ഓണർമാർ കെട്ടിടങ്ങൾ നിർമ്മിച്ചേക്കുക. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നിയമപ്രകാരമുള്ള കെട്ടിടങ്ങളൊന്നുമല്ല. പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ. ഇവിടെ ബൾക്കായിട്ട് ഒരു റൂമിൽ 10 ആൾക്ക് 50 ആൾ 60 ആളെയും പെർ ഹെഡ് വെച്ച് പൈസ വെച്ച് മേടിച്ചുകൊണ്ടാണ് ഇവരെ താമസിക്കുന്നത്. ഇപ്പൊ പെരുമ്പാവൂർ ബായ് കോളനി, അവിടെ 5000-ലധികം ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ എന്തും കിട്ടും. പെണ്ണ് വേണോ, പെണ്ണ് കിട്ടും. സാറിന് ചീട്ട് കളിക്കണോ, പൈസ വെച്ചിട്ട് 10 ലക്ഷം രൂപ വെച്ച് സാറിന് അവിടെ കളിക്കാം. സാറിന് ഇനി അതല്ല ഹഷീഷ് വേണോ, ഹെറോയിൻ വേണോ, MDMA വേണോ, കഞ്ചാവ് വേണോ, എന്താണ് വേണം, പിടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എക്സൈസ് സംവിധാനം പൂർണ്ണ പരാജയമാണെന്ന് പറയാതെ യാതൊരു രക്ഷയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഞങ്ങൾക്ക് അറിയാവുന്നത് പെരുമ്പാവൂർ പോലീസിനെ സംബന്ധിച്ച് അവർ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഒരു വീട്ടില് അതിർത്തി തർക്കം മുതൽ കല്യാണ കേസ് വരെ തീർക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതിനു വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഓപ്പൺ എക്സൈസ്. പെരുമ്പാവൂർ എക്സൈസിൽ ഈ അടുത്ത് 32 ആളുകളെ കൈക്കൂലി കേസിൽ സ്ഥലം മാറ്റിയ സ്ഥലം കൂടിയാണ്. പക്ഷെ പോലീസ് അവിടെ ഓടിയെത്തുന്നുണ്ട്. 112ലേക്ക് വിളിച്ചാൽ പോലീസ് അവർക്ക് ഒരുപാട് കേസുണ്ട്. അവർ പലപ്പോഴും നമ്മളോട് പറയും, നിങ്ങൾ കുറച്ച് എക്സൈസിന് ഏൽപ്പിച്ചു കൊടുക്ക്, തലേന്ന് ഭാരം ഒഴിവാക്ക്. പക്ഷെ ഇതൊരു സംഘടിതമായ കേരളത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുക, ഒരു 10 ആൾ ഇതൊരു സാമൂഹിക പ്രശ്നമായി മാറും. ഈ 5000 പേരൊക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ പോലീസിന് നിർലോഭമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുമോ? ഇപ്പൊ നിർലോഭമാണ്. ഇപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷെരീഫ് പുല്ലാട്ട് ജയിലിൽ പോയി. അതിന്റെ ഒരു അനന്തരഫലം. ഈ ജയിലിൽ പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞങ്ങൾ അവിടെ ഈ നിരീക്ഷിക്കേണ്ടായിരുന്നു. ഈ ബംഗാൾ കോളനിയുടെ ഭാഗത്ത് ഞങ്ങൾ ഒരു 10-25 പേരെ എപ്പോഴും നിരീക്ഷണത്തിലാണ്. ഒരു മാസമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ രാത്രി കാലങ്ങളിൽ അവിടെ ഈ മയക്കുമരുന്ന് അന്വേഷിച്ചും എല്ലാ കാര്യങ്ങൾക്കും വരും. അപ്പൊ എറണാകുളം ഭാഗത്തുനിന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്ന 2 വിദ്യാർത്ഥികൾ, ഒരു 18 വയസ്സുള്ളൂ. അത് വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് സംശയം തോന്നി അവരെ പിടിച്ചിരുത്തി. അപ്പൊ അവർ ആദ്യം ഇതിനെല്ലാം വന്ന് ഞങ്ങളിതൊന്ന് കാണാൻ വന്നാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായി ഇതിനു വേണ്ടി വന്നതാണ്. അവരെ പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് ലാസ്റ്റ് സമ്മതിച്ച് ഞങ്ങളിങ്ങനെ MDMA വാങ്ങാൻ വന്നതാണ്. 9000 രൂപ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കും. ഇത് തിരിച്ചു കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വീതം വയ്ക്കും. അപ്പൊ അവർക്ക് വലിക്കാനുള്ളതും കിട്ടും, 12,500 രൂപ ലാഭവും കിട്ടും. അപ്പൊ ഞങ്ങൾ ഈ ഫോൺ വാങ്ങിച്ച കയ്യിൽ വെച്ച് 2 മണി വരെ അവരെ കൂടെ നിർത്തി. 17-18 വയസ്സുള്ള ആൺപിള്ളേരും പെൺപിള്ളേരും കോളേജിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരും ഇവര് ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുക. നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോയിട്ട് 11 മണിക്ക് പോയതാൽ ഞങ്ങൾ വിട്ടാലേ അവർക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ അവർ പൈസ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയപ്പോ ആ കോളനിയിലുള്ള ഒരു കടയിലേക്കാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കണേ. അവരവിടെ നിർത്തിയിട്ട് പിറ്റത്തെ ദിവസം രാവിലെ ബംഗാളിൽ നിന്ന് ഒരു മർഡർ കേസിലും തോക്ക് കൈവശം കേസിലും അവിടുന്ന് ഒളിവിൽ വന്നേക്കണ ഒരുത്തൻ പെരുമ്പാവൂരുണ്ടായിരുന്നത്. അവർ ഞങ്ങൾ വീട് വളഞ്ഞ് പിടിച്ച്